ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന വാലന്റൈൻ റോസിന്റെ ഒരു വെറൈറ്റി. നാടൻ റോസാണ് ഇതിനെ അറിയപ്പെടുന്നത്. കമ്പല്ലാത്ത വെറൈറ്റികളാണ് ഇത്. കമ്പിനകത്ത് നമുക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചാലും കിളിക്കും, വലിയ മെയിൻ്റെനൻസ് ഇല്ല. ഇത് അഹല്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഒരു കൊല്ലം തന്നെ ഒരുപാട് പൂ പിടിക്കുന്നത്. ഇതിന്റെ പേരാണ് പിങ്ക് ജാക്ക്. പക്ഷെ നല്ല വെറൈറ്റിയാണ് ഇത്. ഇതേപോലെ തന്നെ നമുക്ക് കമ്പും ചെയ്യാം, ബഡും ചെയ്യാം. ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഇതാണ്. ഇതിന്റെ മെയിൻ്റെനൻസും കൂടെ പറഞ്ഞു തരാം. ഇപ്പം ഇതൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ പൂ തീരുമ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. അടുത്ത വരുന്ന മണ്ട, അതായത് ആ മുട്ടോട് കൂടി ഒടിച്ച് കളഞ്ഞാൽ മാത്രമേ പ്ലാന്റ് തളർക്കത്തുള്ളൂ. പിന്നെ ചെയ്യേണ്ടത് ഡാപ്പ് എന്ന് പറഞ്ഞാൽ DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ വളം കറക്റ്റായിട്ട് ചെല്ലുക, ഓപ്പൺ വെയിലത്തെ വെക്കാവൂ. എന്നാൽ മാത്രമേ റോസ് രക്ഷപ്പെടത്തുള്ളൂ. നിങ്ങൾക്ക് എവിടെ പോയി നിന്നാലും അതേപോലെ കിട്ടും. ാണ് നാടൻ വെറൈറ്റി പെടുന്ന നാടൻ റോസ്, പനനീർ റോസ് എന്ന് പറയുന്നത്. ഇത് സമ്മർ വൈറ്റ്, സമ്മർ സ്നോ എന്ന് പറയും. ഇതെല്ലാം മെയിൻ്റെനൻസ് അതേപോലെ തന്നെ. പൂ തീരുമ്പോൾ മണ്ട കട്ട് ചെയ്യുക, അടുത്ത വരുന്ന മുട്ട ഒടിച്ച് കളയുക, വളം ചെയ്യുക. ഇത് പച്ച റോസ്, ഒരു കൊലയിൽ തന്നെ 1000 വരുന്ന പച്ച റോസ്. കാണാൻ ഭംഗി കാണത്തില്ലെങ്കിലും ആൾക്കാർ റയറായവർ വന്നെടുത്താൽ ഏറ്റവും നല്ലത്. ഇപ്പോഴാകുമ്പോൾ ഇഷ്ടം പോലെ സാധനം ഇരിക്കുകയാണ്. അടുത്ത മുട്ട വരുത്തോളൂ, താഴെ വെച്ച് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞാല് ഇതിനകത്ത് അടുത്ത മുട്ട് വരുത്തോളൂ. ഇതിപ്പോ ഞാൻ ഒടിക്കുക, വേണ്ട പ്ലാന്റ് ഒടിച്ചു. അതിനകത്ത് എത്ര മുട്ട് വരുന്നു കൂടെ നോക്കിയാൽ മാത്രം മതി. വളം മൈന്യൂട്ടായിട്ടേ കൊടുക്കാവൂ, ഓവറായിട്ട് വെള്ളം മാത്രം കൊടുക്കാതിരിക്കുക.